ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഇത് കണ്ട് ഹീറോയും വേഗം പോയി അവന്റെ റൂമിൽ കയറി ഒളിക്കുവാണ്. ഹീറോയിനും ആ ഊട്ട വഴി ചെന്ന് നോക്കിയാൽ അതൊരു പെൺകുട്ടിയായിരിക്കും. ഇതിന് ബോസിന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഹീറോയിനും കഥവ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയും ഇത് ക്യുൻഹയുടെ വീടാണോ എന്ന് ചോദിക്കാൻ വന്നതും ഹീറോയുടെ അടുത്ത് നിന്ന് അവൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞാനിപ്പോ വീട്ടിലില്ല, എന്റെ ഗേൾ ഫ്രണ്ട് യുയുന്റെ കൂടെ ലിവിങ് ടുഗദറിലാണ് ഉള്ളത്. സോ നീ ഇനി എന്നെ അന്വേഷിക്കണ്ടെന്ന് പറയുവാണ്. ഇത് കേട്ടതും ആ പെണ്ണിന് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. ഹീറോയിനെ നോക്കി, എനിക്കറിയാം നീ ഹീറോയുടെ ഗേൾഫ്രണ്ട് ആണെന്ന്, പക്ഷെ എന്നെ കൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഞാനൊന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരിക്കുമായിരുന്നു പറഞ്ഞ് ഭയങ്കര സാഡ് ആകുന്നുണ്ട്. വിഷമിച്ച് നിന്നവള് പെട്ടെന്നുള്ളിലേക്ക് വന്ന് അവൻ എന്തിനാ ഇങ്ങനെ ഒരു പ്ലേസിൽ താമസിക്കുന്നെന്നാണ് മനസ്സിലാകാത്തത്. ലവ് എന്ന് വന്നാല് ഞാൻ എപ്പോഴും ഫെയിലർ ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെന്റി ആകുന്നുണ്ട്. പക്ഷെ ക്യുൻഹയെ ഞാൻ വിടില്ല, അവൻ എപ്പോൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഹീറോ അയച്ചു കൊടുത്ത മെസ്സേജ് ഒക്കെ കാട്ടി അവസാനമായിട്ട് അവളെ അടിമുടി നോക്കിയിട്ട് എപ്പോഴും എന്റെ ആണെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. അവള് പോയ ഉടനെ തന്നെ ഹീറോയും പുറത്തേക്ക് വരുന്നുണ്ട്. ഹാവു, ശല്യം പോയി, ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിരുന്ന അവന്റെ വർക്കുകൾ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഹീറോയിന് ഓടി വന്ന്, ബോസ് നിങ്ങൾ എന്തിനാ അവർക്ക് അങ്ങനെ മെസ്സേജ് അയച്ചത്? അത് ശരിക്കും ആരാണെന്ന് ചോദിച്ചാല് ഹീറോ വലിയൊരു ശ്വാസം എടുത്തു വിട്ട്, അതൊരു വലിയ ക്ലയന്റിന്റെ മകളാണ്, ഞാൻ ഓൾറെഡി തന്നെ അവളെ റിജക്ട് ചെയ്തു, അവളാണ് കേൾക്കാത്തത് എന്ന് പറയും. ആ വലിയ ക്ലയന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാല് അവരാണ് എന്റെ ഫസ്റ്റ് ക്ലയന്റ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് ഹീറോ പറയുവാണ്. ഇത് കേട്ട് ഹീറോയിനും, ബോസ് എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ, ഫസ്റ്റ് ക്ലയന്റ് ആയതുകൊണ്ട് ഹാർഷായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനി എന്റെ റൂംമേറ്റ് ആയിരിക്കുന്നത് ശരിയല്ല എന്നാ. അവരും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അഡ്രസ്സ് മനസ്സിലായി. സോ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാല് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി എനിക്ക് വില്ലാസൊക്കെ ഉണ്ട്, ഓഫീസിന് അടുത്തായത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അവൻ പറയും. കട്ട് ചെയ്താല് ഹീറോയിന് അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എടി, എന്റെ ബോസിന് വലിയ വലിയ വില്ലാസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളപ്പോ അവരെന്തിനെ എന്റെ കൂടെ സ്റ്റേ ചെയ്യണം? എന്തായിരുന്നാലും അവർക്കൊരു സീക്രട്ട് ഉണ്ട്, അത് കണ്ടുപിടിച്ച് തീരുമെന്ന് അവള് പറയുവാണ്. അതിനുവേണ്ടി പിറ്റേ ദിവസം ഓഫീസിലേക്ക് വന്നതും യൂഫയ്ക്കും ബൂവിനും ജ്യൂസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് സോപ്പിട്ട് ഹീറോയ്ക്ക് ലാസ്റ്റ് 3 മാസത്തിൽ വന്ന കേസിന്റെ ഫയലൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ എല്ലാ കേസിന്റെയും ചാർജ് 10 മില്യണിന് മുകളിലായിരിക്കുമ്പോ ഈ കേസ് മാത്രം എന്താ 5 മില്യൺ എന്ന് കാണിച്ചിരിക്കുന്നത്? എവിടെ ഒരു തകരാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ അതൊരു ഡിവോഴ്സ് കേസ് ആയിരിക്കും, അതിൽ അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി വെച്ച് ആ ക്ലയന്റിനെ തന്നെ കോൾ ചെയ്ത് ക്യുൻഹയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്, ഇത് നോക്ക്, അവനിപ്പോ ഉറങ്ങാൻ പറ്റാതെ പോയതൊക്കെ നല്ല കാര്യമായി പോയി, അവൻ അങ്ങനെ തന്നെ വേണം, അവന്റെ അസുഖത്തിനൊന്നും എനിക്ക് പേരേൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് കോള് കട്ട് ചെയ്തിട്ട് പോകുവാണ്. എന്ത്, ബോസിന് ഇൻസോമി ഉണ്ടെന്നോ? അപ്പോഴാണ് ഇവൾക്കും കുറച്ച് മനസ്സിലാകുന്നേ. നൈറ്റ് കുക്ക് ചെയ്യുമ്പോൾ മാത്രം പാടുപാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അതനുസരിച്ച് അവളും പാട്ടുപാടി കുക്ക് ചെയ്തിട്ട് നോക്കിയാല് ഹീറോ ഉറങ്ങിക്കാണും. ഇതൊക്കെ ഓർത്ത് നോക്കി അവള്, അപ്പോ അവരൊരു ഹിപ്നോട്ടിക് ട്രിക്ക് മാതിരിയാണ് എന്നെ യൂസ് ചെയ്തതെന്ന് ചോദിക്കും. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഹീറോ വന്ന്, ഇന്ന് നൈറ്റ് നീ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, സോ നിനക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇവളും ഇത് കേട്ട് ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം പാട്ട് പാടി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കുക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് നോക്കിയാല് ഹീറോ പാതി വർക്ക് ചെയ്തിട്ട് ഉറങ്ങിപ്പോയി കാണും. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോ നെക്സ്റ്റ് ഡേ രാവിലെ ഹീറോ കണ്ണു തുറന്ന് നോക്കിയാല് വർക്ക് പാതിയിലെ നിന്ന് പോയിട്ടുണ്ട്. ഇവൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടേ, നൈറ്റ് നിന്നോട് ആരാണ് കുക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി വരും. ബോസ്, രാത്രി നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഓക്കെ, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയാണ് കുക്ക് ചെയ്തതെന്ന് പറയും. നിന്നോട് പാട്ട് പാടി കുക്ക് ചെയ്യാൻ ആരാ പറഞ്ഞത്? ശരി വിട്, ഇത്തവണ ഞാൻ ക്ഷമിച്ചു, നെക്സ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ ഇനി ഇവിടെ കുക്ക് ചെയ്യാനേ നിന്നെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. കട്ട് ചെയ്താല് ഹീറോ ഹീറോയിനും ഇവരുടെ ഓപ്പോസിറ്റ് ക്ലയന്റിനെ, അതായത് ആക്ട്രസിന്റെ ഭർത്താവിനെയും അവരുടെ ലോയറെയും ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള ലോയറിനും നമ്മുടെ ഹീറോയിനും തമ്മിൽ അറിയാമെന്നാ തോന്നുന്നത്. ഇവരുടെ ഭാഗവും അവർ കേൾക്കണമല്ലോ. സോ അതിന്റെ സെറ്റിൽമെന്റ് പ്ലാന് ആ ലോയർ ഹീറോയ്ക്കും ഹീറോയിനും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹീറോ അത് നോക്കി, ഈ പ്ലാൻ ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ആ പുതിയ ലോയർ, ഇത് നോക്കി ക്യുൻഹെ സാർ, നിങ്ങളെ കൊണ്ട് എങ്ങനെ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയും? നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റുമായിട്ട് സംസാരിച്ചാലല്ലേ അവർക്ക് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും, അല്ലാതെ നിങ്ങളെ കൊണ്ട് മാത്രം എങ്ങനെ റിജക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് എന്റെ ക്ലയന്റിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിങ്ങൾ വേറെ നല്ലൊരു ഓഫർ ആയിട്ട് വാ, അപ്പൊ നോക്കാമെന്ന് ഹീറോ പറയും. ഇതിനാ പുതിയ ലോയർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോ ഹസ്ബൻഡ്, ശരി മിസ്റ്റർ ക്യുൻഹെ, ഞാൻ നല്ലൊരു ഓഫറുമായിട്ട് പിന്നെ വന്ന് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ആ ലോയർ പയ്യൻ പോകുമ്പോ ഹീറോയിനെ നോക്കി, ഫ്രീ ആയിരിക്കുമ്പോ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അവര് പോയതും ഹീറോയിൻ ഹീറോയോട്,
നിങ്ങളെ ആക്ട്രസ് പെണ്ണിനോട് ചോദിക്കാതെ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം? അത് തെറ്റല്ലേ ബോസ് എന്ന് ചോദിച്ചാല്, ഞാൻ ഇവരെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ ആക്ട്രസുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. ഇവരെന്ത് ഓഫർ തന്നാലും അവര് വാങ്ങാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോ നിങ്ങൾ എന്തിനാ ബെറ്റർ ഓഫറുമായിട്ട് വരാൻ പറഞ്ഞത്? നിങ്ങളപ്പോ അവര് കൺഫ്യൂസ് ചെയ്യാൻ നോക്കുവാണെന്നൊക്കെ ചോദിച്ചതും, നോക്കൂ യുയു, നമ്മൾ നമ്മളുടെ ക്ലയന്റുമായിട്ട് സംസാരിച്ചത് ഡയറക്റ്റ് ആയിട്ട് അവരോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ക്ലയന്റിന്റെ ലോയറുമായിട്ട് നിനക്ക് പരിചയം കാണാം, എന്തുമാകട്ടെ. പക്ഷെ വർക്ക് വിഷയം വന്നാല് ആസ് എ ലോയർ ആയിട്ട് മാത്രമേ എടുക്കാവൂ. നിങ്ങൾ രണ്ടുപേരും കണ്ണും കൈയും കാട്ടി ഫ്ലേർട്ട് ചെയ്യുന്നത് കാണാത്ത പോലെ ഞാൻ ഇവിടെ ഇരിക്കണോന്ന് ഹീറോ ചോദിക്കും. അയ്യോ ബോസ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. അവരെന്റെ സീനിയർ ആയിരുന്നു ഞാൻ ഫ്രഷർ ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത്. ആ സമയം ഞങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കായിരുന്നു. പിന്നെ അവര് ഗ്രാജുവേറ്റ് ആയി അബ്രോഡിലേക്ക് പോയി. ഇപ്പോഴാണ് തിരികെ വന്നിരിക്കുന്നത്. ആ ടൈമിലെ കോണ്ടാക്ട് ഒക്കെ പോയതാണ്. ഇതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് മീറ്റ് ചെയ്യുന്നതെന്ന് പറയും. ഇവൻ ഇത് കേട്ടിട്ടും മൈൻഡ് ആക്കുന്നില്ല. ബോസ്, നൈറ്റ് നിങ്ങൾ കുക്ക് ചെയ്ത് ഉറക്കിയത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് റിവേഞ്ച് ചെയ്യുന്നതല്ലേ എന്ന് പിറുപിറുത്തതും, അതിന് ഇന്ന് നൈറ്റ് നീ അത് തന്നെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ പോകാനായിട്ട് തുടങ്ങിയതും, ഇയാള് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവൾ അടിക്കാനായിട്ട് ഓങ്ങിയ നേരത്ത് ഹീറോ തിരിഞ്ഞ്, ഹേയ്, നീ എന്നെ എന്താ ഇപ്പൊ ചെയ്യാൻ നോക്കിയതെന്ന് ചോദിക്കും. ഇല്ല ബോസ്, നൈറ്റ് നിങ്ങൾക്ക് എന്ത് കുക്ക് ചെയ്യാമെന്ന് ചിന്തിക്കുമായിരുന്നു എന്ന് പറയും. നെക്സ്റ്റ് കട്ട് ചെയ്താല് ഹീറോയിൻ വീട്ടിൽ വന്നതും അവളുടെ ചേച്ചി അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് ആയി, എനിക്ക് പോയേ പറ്റൂ. പക്ഷെ ഈ നായക്കുട്ടിയെ നോക്കാൻ ആരും ഇല്ലടി. ഞാൻ വരുന്നവരെ നീ ഒന്ന് മാനേജ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് അതിനെ കൊടുത്തിട്ട് ഓടിക്കളയാണ്. ഹീറോ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പെറ്റ്സിന് അലോഡ് അല്ലെന്ന്. ഇവളും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാണ്. ഇപ്പോ വേറെ വഴിയില്ലാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ വെച്ച് കൊഞ്ചിക്കൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോ വരുന്നുണ്ട്. ഇവൾ ഉടനെ അതിനെ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വന്നാല്, എന്താ ഇത് വീട്ടില് ഒരു നായുടെ സ്മെല്ല് എന്ന് അവൻ ചോദിക്കും. ഇല്ലല്ലോ ബോസ്, ഞാൻ തൊഫ് കഴിച്ചതാണ്, അതായിരിക്കും എന്ന് അവളും പറയും. അവന്റെ ബാഗിൽ ഒരു പപ്പിയുടെ കീച്ചെയിൻ കണ്ടതും, ബോസ് നിങ്ങൾക്കും പപ്പിയെ ഇഷ്ടമാണോ? കീച്ചെയിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ്. അത് വന്ന ക്ലയന്റിന്റെ കുട്ടി ആരോ വെച്ചതായിരിക്കും, ഇത് എന്റെ അല്ലെന്ന് പറഞ്ഞിട്ട് എടുത്തു മാറ്റും. നോക്ക്, ഇത് കണ്ടിട്ട് എനിക്ക് നായയെ ഇഷ്ടമാണെന്ന് നീ തന്നെ വിലയിരുത്തല്ലേ. ഈ വീട്ടില് പട്ടിക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലേക്ക് പോകും. ഇവളും നേരെ അവളുടെ റൂമിലേക്ക് വന്നാല് ഇവളെ കണ്ട പട്ടിക്കുട്ടി കരയാനായിട്ട് തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൂടെ സൗണ്ട് ഉണ്ടാക്കി കാറി കൂവി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഹീറോയിനും. പക്ഷെ അത് ഹീറോയ്ക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അവൻ വന്ന് കതക് മുട്ടാൻ തുടങ്ങിയതും, ദയവ് ചെയ്ത് കരയില്ലേ, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റി വെച്ചിട്ട് വന്ന് ഡോറ് തുറക്കുവാണ്. എന്നിട്ട് ഒന്നറിയാത്ത പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവനും ഇവളെ കണ്ട്, ദയവ് ചെയ്ത് നിന്റെ റൂമിൽ പട്ടി ഉണ്ടെന്ന് മാത്രം പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞതും ആ പട്ടിക്കുട്ടി നേരെ റൂമിൽ നിന്ന് ഇറങ്ങി ഹീറോയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇതെന്താന്ന് അവൻ കാറിയതും, ബോസ് അത് നിങ്ങൾക്ക് അറിയില്ലേ, അത് നായാണെന്ന് ഹീറോയിൻ പറയും. അതെനിക്കറിയാം, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ച അവനും കാറുവാണ്. അപ്പോ ബോസ് നിങ്ങൾക്ക് നായക്കുട്ടിയെ പേടിയാണല്ലേ എന്ന് ഹീറോയിൻ ചോദിച്ചാല്, ഫസ്റ്റ് ഇതിനെ എടുത്ത് മാറ്റെന്ന് അവൻ പറയും. അവൾ ഓടി വന്ന് അതിനെ എടുത്തു മാറ്റിയാല് ഇപ്പോ തന്നെ അതിനെ വെളിയിൽ കൊണ്ടുപോയി കളയണമെന്ന് അവൻ പറയാണ്. ഇത് കേട്ട് ഇവളും, ഇല്ല ബോസ്, ഇതെന്റെ ചേച്ചിയുടെ ആണ്, അവർ അർജന്റായിട്ട് പുറത്തു പോയിരിക്കുവാണ്, ഇതിനെ നോക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ റൂമിൽ വെച്ച് ഞാൻ വളർത്തിക്കോളാം, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞതും, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ ഇതിനെ വീട്ടിൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് ഇയർ എന്റെ ബോണസ് ഞാൻ തരില്ലെന്ന് അവൻ പറയും. ബോസ്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ദിവസവും കുക്ക് ചെയ്ത് പാട്ട് പാടി തരാം, അത് നീ ഓൾറെഡി കടമടയ്ക്കാൻ ചെയ്യുന്നതല്ലേ, അത് നിങ്ങളുടെ ഇൻസോമയ്ക്ക് വേണ്ടിയല്ലേ, എനിക്ക് ഓൾറെഡി തന്നെ എല്ലാം അറിയാം, ഒരു കേസ് വഴി ഞാൻ അത് അറിഞ്ഞു എന്ന് അവള് പറയുവാണ്. അപ്പോ നീ എന്നെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, നിനക്ക് എത്ര ധൈര്യമാണെന്ന് അവൻ ചോദിച്ച് ടെൻഷനായി. അങ്ങനെയല്ല ബോസ്, സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്ത രോഗം ഞാൻ റെഡിയാക്കുന്നില്ലേ, അതിന് പകരമെങ്കിലും പ്ലീസ് ബോസ് പ്ലീസ് എന്ന് അവള് കെഞ്ചുന്നുണ്ട്. യുയു, നീ അധികം സ്മാർട്ട് ആവാനായിട്ട് ശ്രമിക്കരുത്, ഞാൻ ഒരു തവണ ഞോ എന്ന് പറഞ്ഞാല് അതിനർത്ഥം ഞോ എന്നാണെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലേക്ക് ഓടിക്കളയും. ആ പട്ടിക്കുട്ടിയെ കാണാനും ക്യൂട്ടായിട്ടുണ്ട്. കട്ട് ചെയ്താല് ഇപ്പോ ഹീറോ ഉറങ്ങാൻ വേണ്ടി ഹീറോയിൻ പാട്ട് പാടി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ ഹീറോയ്ക്കും പാവം തോന്നി കാണും. ശരി, ഹാളിലേക്ക് മാത്രം പട്ടി വരാനേ പാടില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതും ഇത് കണ്ട് അവൾക്ക് ഹാപ്പി ആകുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതും ഹീറോയും സുഖമായിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോ ഓഫീസിൽ നിന്ന് പുറത്തു പോയതും ആക്ട്രസ് വരുന്നുണ്ട്. ഹീറോ ഇല്ലാത്തത് കൊണ്ട് ഹീറോയിനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ആക്ട്രസും, ഞാൻ അവർ തന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് പറയും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ അറിയിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് പേടിയാണ്, എനിക്ക് അവർ തരുന്ന പണം ഒന്നും ആവശ്യമില്ല, നീതിയാണ് എനിക്ക് ആവശ്യം, കാരണം ഞാൻ തിരികെ എന്റെ പാസ്റ്റിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. സോ ആസ് എ ലോയറായി നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഒരു പ്രാവശ്യം നീ അയാളോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാമോ എന്ന് ചോദിക്കുവാണ്. അയ്യോ സോറി മാഡം, എന്നെ കൊണ്ട് ഇത് തനിയെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്തായിരുന്നാലും ക്യുൻഹെ സാറിനോട് സംസാരിക്കണമെന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ബോസ് കേൾക്കുന്ന പോലെയില്ല, എനിക്കും അയാളെ മീറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല,
നിങ്ങളുടെ ക്യുൻഹെ സാറിനും ടൈം ഉണ്ടാകില്ലല്ലോ. സോ നീ തന്നെ ഇതൊന്ന് ചെയ്യെന്ന് പറഞ്ഞ് കെഞ്ചിയതും ഹീറോയിനും സമ്മതിക്കുന്നുണ്ട്. സോ ഉടനെ തന്നെ ഹീറോയിന്റെ നമ്പർ അവളുടെ ഭർത്താവിന് അവര് കൊടുക്കുവാണ്. കട്ട് ചെയ്താൽ അപ്പോ തന്നെ അയാൾ കോള് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അറ്റൻഡ് ചെയ്തതും അവര് പഴയ കഥകളൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇത് നോക്കൂ മിസ്റ്റർ, ഇതെല്ലാം ഇപ്പൊ പറഞ്ഞതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. നിങ്ങൾ എന്റെ ക്ലയന്റിനെ ത്രെട്ടേനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതും അയ്യോ മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് ഹസ്ബൻഡും പറയും. ഇത് കേട്ട് ആക്ട്രസ് പെണ്ണും ഇല്ലില്ല അയാൾ കള്ളമാണ് പറയുന്നതെന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ശരി, ഇനി മുതൽ ഇങ്ങനെ ചെയ്തു പോകരുതെന്ന് പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ ഭർത്താവ് കുറച്ച് സങ്കടത്തിലാകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇവരിൽ ആരാണ് നല്ലവരെന്ന് മനസ്സിലാകുന്നില്ല. കട്ട് ചെയ്താല് ഈവനിങ് ഹീറോയിൻ വർക്ക് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന നേരം ഹസ്ബൻഡ് തന്നെ ഇവളെ വന്ന് കാണുന്നുണ്ട്. അവൾ ഇവരെ കണ്ട് സോറി വർക്ക് ടൈമിൽ വന്ന് സംസാരിക്കൂ, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു പോയതും ആസ് എ ലോയറായി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ മതിയാകൂ. ഈ മാരേജ് കൊണ്ട് എനിക്ക് നിറയെ പ്രശ്നങ്ങളുണ്ട് അറിയാമോ. ഇങ്ങനെയുള്ളപ്പോ ആ ആക്ട്രസ് മാത്രം നല്ലവളാണെന്ന് നീ എങ്ങനെയാ വിചാരിക്കുന്നതെന്ന് ഒച്ചെടുക്കാനായിട്ട് തുടങ്ങി. രണ്ട് ഭാഗത്ത് നിന്ന് കേട്ടാലല്ലേ സത്യം എന്താണെന്ന് അറിയാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ലെന്ന് പറഞ്ഞതും ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നത് നടന്നുപോയി. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ നോക്കിയാൽ നന്നായിരിക്കും. എന്നെ ഫോളോ ചെയ്യരുത്, ചെയ്താലും ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും പോകുവാണ്. ഇങ്ങനെ ഹീറോയിൻ പറഞ്ഞിട്ട് പോയതും അവരാകെ എന്തോ പോലെ ആകുന്നുണ്ട്. വളരെ ബ്രോക്കൺ ആയ പോലെ റിയാക്ട് ചെയ്തവര് ഒരു ഡിപ്രഷനോടെ മേലേക്ക് നോക്കുന്നുണ്ട്. കട്ട് ചെയ്താല് കാണിക്കുന്നത് അന്ന് രാത്രി തന്നെ അവര് ഇവരുടെ ബിൽഡിങ്ങിന് മേലെ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതോടെയാണ് ഈ പാർട്ടിയോടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.